വാക്കിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം സമയം പോകുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞ് 3 മിനിറ്റ് സംസാരിക്കുന്നതുള്ളൂ. സാധാരണ അവർ പറയും ക്യാപ്റ്റൻ വരുമ്പോൾ ഉടനെ സംസാരിക്കട്ടെ, കാരണം അടുത്ത യോഗത്തിൽ പോകുമ്പോൾ സമയം വൈകരുത്, ഇനിയും ഉണ്ട് പെരുമാവൂർ, അത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. ഏതൊക്കെയാലും ഈ പ്രദേശമൊന്നും എനിക്ക് പരിചയക്കുറവൊന്നുമില്ല. ശ്രീജിന് അറിയാമോ എന്നറിയില്ല, ഞാൻ മൂവാറ്റുപുഴ ലോക്സഭയിൽ നിന്നപ്പോൾ ഈ പ്രദേശവും എൻ്റെ കൂടെ ആയിരുന്നു. എന്നോടൊപ്പമുള്ള പ്രദേശമാണ്. ഇവിടെ വന്ന ആ സ്നേഹമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വാവും നിന്ന് വെക്കും. കാരണം ഈ റോഡ് നിറഞ്ഞ്, ഈ പന്തൽ നിറഞ്ഞ് പുറത്ത് ആളുകൾ നിൽക്കുമ്പോൾ എന്താണ് ഈ സംഭവം? കാരണം അത്രയും വലിയ ഒരു ജനാവലിയാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഞങ്ങൾ ആരംഭിച്ചത് 5 ദിവസം മുമ്പ് പത്തനംതിട്ടയിലെ ആറന്മുള എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ്. ഒരു പുണ്യഭൂമിയായിട്ടാണ് ജില്ലയെ കാണുന്നതെല്ലാം. നമുക്കെല്ലാം ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ നടക്കുന്ന ബൈബിൾ കൺവെൻഷന് ആറന്മുള എന്ന് പറയുമ്പോൾ 6 മുള ചേർന്ന് ചങ്ങാടത്ത് ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ സഹോദരനും ബലരാമനും വന്നിറങ്ങിയ ഒരു ഐതിഹ്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് എല്ലാ അനുഗ്രഹവും ലഭിച്ചാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ പോയ വഴിയിൽ കൂടെ എല്ലാം, ഏത് സമ്മേളനമാണോ, ഏത് നിയമസഭാ മണ്ഡലത്തിൽ കൂടിയാണോ പോയത്, എല്ലായിടത്തും പോയി. പത്തനംതിട്ടയിൽ പോയി, കോട്ടയത്ത് പോയി, ഇടുക്കിയിൽ തീർത്തു, എറണാകുളത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ കോതമംഗലം തീർത്തു, മൂവാറ്റുപുഴ തീർത്തു, പിറവത്ത് വന്നു, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഏതൊക്കെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ആവേശകരമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾക്കൊക്കെ ലഭിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരംഭിച്ചപ്പോൾ തന്നെ ഒഴുകിയെത്തിയ ജനം, അവിടെ ഒരു പ്രഖ്യാപനമുണ്ടായി. എന്താണ് പ്രഖ്യാപനം? ആ ജനാവലി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തുടർഭരണവും 3ാം ഇടത് സർക്കാരിന്റെ തുടർച്ചയുമായിരിക്കും ആ ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും മാതാപിതാക്കളെയും, ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ എത്രയോ പ്രായം ചെന്ന 80, 85, 90 വയസ്സുള്ള അമ്മച്ചിമാരെയും അതുപോലെ അപ്പച്ചന്മാരെയും ഒക്കെ ഞാൻ കാണുകയുണ്ട്. വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ ആശംസകളും ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ പറഞ്ഞു, നല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ വികസന പദ്ധതികളൊക്കെ നമുക്ക് ലഭിച്ചെങ്കിലും നമ്മളിവിടെ പറയും നാഷണൽ ഹൈവേ, നമുക്ക് ഗ്രാമീണ റോഡ് മുതൽ നമുക്ക് ദേശീയപാത വരെയുണ്ട്. തൊട്ടടുത്ത് വാട്ടർ മെട്രോ മുതൽ അങ്ങേയറ്റത്തുള്ള വിഴിഞ്ഞം തുറമുഖം വരെയുണ്ട്. ഗ്രാമീണ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ മുതൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ വരെയുണ്ട്. പ്രൈമറി സ്കൂൾ മുതൽ തൊട്ടടുത്തുള്ള ടെക്നോ പാർക്ക് വരെയുണ്ട്. ബെസ്റ്റ് ടെർമിനൽ മുതൽ വിമാനത്താവളം വരെയുണ്ട്. എല്ലാ മേഖലകളിലും നമ്മളിങ്ങനെ പറഞ്ഞ് അങ്ങ് പോകും. പക്ഷെ എല്ലാ മേഖലകളിലും നമ്മൾ നടത്തിയ വികസനം ജസ്റ്റ് വികസനമല്ല, സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കുക, നമ്മൾ എത്രയേറെ വികസനം നടത്തിയെങ്കിലും ഞങ്ങളൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഓരോരുത്തർ ചോദിക്കും, ഞങ്ങൾ ഈത് നടത്തി, അത് നടത്തി, ഏത് നടത്തി, ഒക്കെ എല്ലാം നമ്മൾ ഉപയോഗിക്കും. ആശുപത്രി ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ്? ഇതെല്ലാം വികസനം നടത്തി, പക്ഷെ വ്യക്തിപരമായി എനിക്ക് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വീട്ടുമുറ്റത്തിലേക്ക് എനിക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ അതായിരിക്കും എൻ്റെ മനസ്സിൽ ഏറ്റവും നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ഉള്ളതാണ് വ്യക്തത. അപ്പം ഞാനിങ്ങനെ ഒരമ്മച്ചോട് ചോദിച്ചു, എന്താണ് പലരോടും ചോദിച്ചു. അപ്പം പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് എല്ലാം പലതൊക്കെ കിട്ടിയിട്ടുണ്ട്. KSRTCയിലെ ക്യാൻസർ പേഷ്യൻ്റ് പോകാനായിട്ട് സൗകര്യമാക്കി, ഞങ്ങൾക്ക് ആ വഴി നന്നാക്കി. ഇവിടെ കുടിവെള്ളം പറഞ്ഞ പോലെ 400 കോടി രൂപയുടെ കുടിവെള്ളം ഇന്ന് നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വലുതായ പദ്ധതി 24/7 ഏത് സമയത്തും വെള്ളം കിട്ടുന്ന പദ്ധതിയാണ്. മുഴുവൻ കുടുംബങ്ങളിലേക്കുള്ളത് ഇതെല്ലാം ഉണ്ടെങ്കിലും
അവർ പറഞ്ഞത് ഒരു കാര്യമാണ്. എനിക്ക്